Okay. So as we already told, lithosphere is the upper part, or we can say it contains elements of Earth's crust and part of the upper mantle. Then the compositions discuss chedu. Then we are discussed the types of rocks. Okay, and coming to the weathering of rocks. Okay, that is the process of disintegration and decomposition of rocks. That's called weathering. By the process, soils formed from rocks. Okay, and we have discussed the classification of weathering. That is mainly physical and chemical. In physical, there are two types: thermal and mechanical. നമുക്ക് പറഞ്ഞതല്ലേ? Thermal means mostly നമുക്ക് പറയുന്നത് physical weathering ന്റെ causes heat, water, wind, microorganism. അതിൽ due to temperature is called thermal weathering. All other processes are called mechanical weathering. Okay. Then thermal weathering ന്റെ കേസും പറഞ്ഞു അല്ലെ? Thermal weathering ൽ mostly എന്താണ്? Due to the heat from sun, rocks are expanded during daytime and contracting during nighttime. So due to this continuous expansion and contraction, pressure will created. As a result, surface of the rocks may get fragmented. That is called thermal weathering. Okay, and there is another weathering process known as exfoliation that occurred in layered rocks. Okay, that is layered rock means അതിന്റെ ഓരോ ലെയേഴ്സിലും ഡിഫറെന്റ് കോമ്പോസിഷൻസ് ആയിരിക്കും ഉണ്ടാവുക, ഹോമോജീനിയസ് ആയിരിക്കില്ല. ഓക്കെ, സോ അതിൽ എന്തായിരിക്കും വെച്ചാൽ അങ്ങനെ കോമ്പോസിഷൻ ഡിഫറെന്റ് ആണെങ്കിൽ എല്ലാ റീജിയൻസും ഒരേപോലെയല്ല ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വരിക. ഓക്കെ, അതിലുള്ള കോമ്പോസിഷൻ സെയിം അല്ലെങ്കിൽ ഈ ഓരോ ലെയേഴ്സും ഡിഫറെന്റ് റേറ്റിലായിരിക്കും എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ടാവുക. സോ അങ്ങനത്തെ കേസിൽ ഔട്ടർ പാർട്ട് ചിലപ്പോൾ ഹയർ റേറ്റിൽ എക്സ്പാൻഡ് ചെയ്യാൻ കോൺട്രാക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ തിൻ ലെയേഴ്സ് മാത്രം ഡിറ്റാച്ച് ചെയ്ത് പോകുന്നതാണെങ്കിൽ വി ആർ കോളിംഗ് ദാറ്റ് പ്രോസസ് എക്സ്ഫോളിയേഷൻ. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. Then coming to the mechanical weathering. Mechanical weathering, actually we can say many types of rocks absorb water. Okay, absorb water and swell when wetted and shrink when dried. എന്നുവെച്ചാൽ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് സ്വെൽ ചെയ്യും, ദെൻ ഡ്രൈ ആകുമ്പോൾ എന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, സോ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് വാട്ടർ, this expansion and contraction takes place, and as a result, what happened? Due to this, we can say some part of the rock may get detached. Okay, or as a result of this continuous expansion contraction, we can say the rocks break into pieces. That is the process of weathering. Weathering എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, റോക്സ് പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് മാറി നമുക്ക് എന്താണ് സോയിലിന്റെ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് വെതറിങ്. അതിൽ ഡ്യൂ ടു ഹീറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് തെർമൽ വെതറിങ്, ഡ്യൂ ടു മെക്കാനിക്കൽ എഫക്ട്സ് ആണെങ്കിൽ മെക്കാനിക്കൽ വെതറിങ്. അതിൽ മെക്കാനിക്കൽ എഫക്ട്സിൽ മെയിൻലി വാട്ടർ അബ്സോർവ് ചെയ്തിട്ട്, ഓക്കെ, ദാറ്റ് ഈസ് വാട്ടർ കുറെ അത് വാട്ടർ അബ്സോർവ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ റോക്സ് വാട്ടർ അബ്സോർവ് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ഇതുപോലെ ഇയേഴ്സ് ഓഫ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഡ്യൂ ടു absorption of water, that can be swell, and while it is dried it will get shrink. Okay, so as a result here also expansion and contraction of rocks takes place and rocks can break into pieces. Okay, that is called mechanical weathering. In that we have two types, frost wedging and frost heaving. ജസ്റ്റ് ആ ടേംസ് ഒന്ന് നോക്കി വെച്ചോ, അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല വെതറിങ്ങിൻ്റെത്, മീൻസ് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, ബട്ട് എന്നാലും പറയാൻ പറ്റില്ല എങ്ങനെ ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് ടേംസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മെക്കാനിക്കൽ വെതറിങ്ങിന് ടു ടൈപ്സ് ആണ്, ഫ്രോസ്റ്റ് വെഡ്ജിങ് ആൻഡ് ഫ്രോസ്റ്റ് ഹീവിങ്. ഓക്കെ, ഇൻ ഫ്രോസ്റ്റ് വെഡ്ജിങ് യു ക്യാൻ സേ വാട്ടർ ഗെറ്റ്സ് അക്യുമുലേറ്റഡ് ഇൻ ഫ്രാക്ചേഴ്സ് ആൻഡ് ജോയിന്റ്സ് ഓഫ് ദ റോക്സ്. അതായത് റോക്കിൽ ഇതുപോലെ ഫ്രാക്ചർ പോയിന്റ്സ്, ജോയിന്റ്സ് ഒക്കെ വരുന്നുണ്ടാവും. ആ പൊസിഷനിൽ വാട്ടർ എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, when the temperature is lower than freezing point, water become ice. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എവിടെയെങ്കിലും ഇപ്പം കല്ലിന്റെ വലിയ വലിയ റോക്സിന്റെ ഇടയിൽ ചെറിയ ചെറിയ ജോയിന്റ്സോ അല്ലെങ്കിൽ ചെറിയ ഫ്രാക്ചറോ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വാട്ടർ നിൽക്കും അല്ലെ. അങ്ങനെ വാട്ടർ നിന്നിട്ട് ടെമ്പറേച്ചർ ലോ ആവുന്ന സമയത്ത് എന്താവും, ഫ്രീസിംഗ് പോയിന്റിനെക്കാട്ടും ലെസ് ആവുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ഐസ്. ഓക്കെ, സോ ഐസിന്റെ പ്രോപ്പർട്ടി ആണ് ഇറ്റ് ഇൻക്രീസസ് ദ വോളിയം ആൻഡ് എക്സേർട്ട് ലാറ്ററൽ പ്രഷർ ഓൺ സറൗണ്ടിങ് റോക്സ്. അല്ലെ, നമ്മുടെ വാട്ടറിന് ഐസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് ലാറ്ററൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. ഡ്യൂ ടു ദിസ് പ്രഷർ some we can say rocks can be get fractured into fragments. That is called frost wedging.
ജസ്റ്റ് ആ പേര് അഥവാ നെയിം എടുത്ത് ചോദിച്ചെങ്കിൽ എഴുതാൻ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അതായത് നമ്മുടെ റോക്സിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്ന വാട്ടർ കണ്ടൻസ് എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്തിട്ട് ഐസ് ആവുന്ന. ഐസ് ആകുന്നുണ്ടെങ്കിൽ എന്തായി പോകും? ഐസ് ആവുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്തിട്ട് ലാറ്ററൽ പ്രഷർ ഉണ്ടാവും. ദെൻ അതെന്ത് ചെയ്യും? സറൗണ്ടിങ്സിലേക്ക് എക്സേർട്ട് ചെയ്തിട്ട് റോക്സിനെ ഫ്രാഗ്മെന്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ആ പേര് മാത്രം ഒന്ന് ഓർക്കുക, ഫ്രോസ്റ്റ് വെഡ്ജിങ്. ഓക്കെ. ആൻഡ് ഫ്രോസ്റ്റ് ഹീവിങ്. ഫ്രോസ്റ്റ് ഹീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ flowing water and rock fragments disintegrate while colliding with each other or while rolling on the bed of rocks. അതായത് നമ്മൾ എന്തെങ്കിലും വാട്ടർഫോൾസ് അല്ലെങ്കിൽ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് റോക്ക് ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ റോക്ക് എന്തെങ്കിലും ഡിസിൻറ്റഗ്രേറ്റ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ഇത് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കല്ലിന്റെ മേലെ കൂടിയൊക്കെയാണ് വെള്ളം പോകുന്നതെങ്കിൽ എന്താണ്, ആ ഒരു കൊളിഷന്റെ റിസൾട്ട് ആയിട്ട് എന്തുണ്ടാവാം? ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ഫ്രോസ്റ്റ് ഹീവിങ്. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഈ ഫ്രോസ്റ്റ് ഹീവിങ് ആയാലും ഫ്രോസ്റ്റ് വെഡ്ജിങ് ആയാലും എല്ലാം വാട്ടറിന്റെ എഫക്റ്റ് കൊണ്ടാണ്. അതായത് വാട്ടർ ആണ് അവിടെ ഫോഴ്സിങ് ഏജന്റ് ടു ഗെറ്റ് ഫ്രാഗ്മെന്റ്സ് ഓഫ് റോക്സ്. ഓക്കെ. മറ്റേത് ഹീറ്റ് ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചറിന്റെ കേസിൽ പറയും അത് തെർമൽ വെതറിംഗ് ആണ്. മെക്കാനിക്കൽ ആണെങ്കിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് വാട്ടർ ആണ്. വാട്ടർ മാത്രമല്ല, ആക്ച്വലി വിൻഡ്, ഗ്രാവിറ്റി, അങ്ങനെ മൈക്രോ ഓർഗാനിസംസ്, ഇതുപോലെ കുറെ വേറെയും ടൈപ്സ് ഓഫ് ഇത് എന്താ കോസസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞതാണ്. ഓക്കെ. വെതറിങ്ങിന്റെ നിങ്ങൾ മെയിൻ ക്ലാസിഫിക്കേഷനും അതിന്റെ കോസസും ഒന്ന് ഓർത്ത് വെക്കുക. Then coming to chemical weathering. Chemical weathering means, physical weathering means we are ആ കേസിൽ എന്താ ഇതുപോലെ altering the shape, size, അതുപോലുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആണ് റോക്സിൻ്റെത്. കെമിക്കൽ വെതറിങ്ങിൽ ആൾട്രേഷൻ ടു ദ കെമിക്കൽ ഓർ മിനറോളജിക്കൽ കോമ്പസിഷൻ ഓഫ് റോക്സ് എന്ന് വെച്ചാൽ അതിന്റെ കെമിക്കൽ ഫോർമുല, അതിന്റെ കെമിക്കൽ കോമ്പസിഷൻ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ chemical weathering minerals are decomposed into soluble and insoluble products. Okay. അതായത് അത് ഡീകമ്പോസ് ചെയ്തിട്ട് ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആയിട്ട് മാറും. അതിൽ മെയിൻലി 2 ടൈപ്സ് ഉണ്ട്, ജിയോ കെമിക്കൽ വെതറിംഗ് ആൻഡ് ബയോ കെമിക്കൽ വെതറിംഗ്. നിങ്ങൾ മെയിൻ ആയിട്ട് നെയിംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ജിയോ കെമിക്കൽ വെതറിംഗ് മീൻസ് ദിസ് കെമിക്കൽ വെതറിംഗ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ വിത്ത് വാട്ടർ, ആസിഡ്, ബേസസ്, സോൾട്ട്സ് എക്സെട്ര. ഓക്കെ. അങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് ആ റോക്കിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ജിയോ കെമിക്കൽ വെതറിംഗ്. ആൻഡ് കമ്മിങ് ടു ബയോകെമിക്കൽ വെതറിംഗ്, ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ഓർഗാനിസംസ്. ഓക്കെ. അത് എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ട് ഇതേപോലെ കെമിക്കൽ ഫോർമുലാസ്, കെമിക്കൽ കോമ്പിനേഷനിൽ ചേഞ്ചസ് വരുവാണെങ്കിൽ ദാറ്റ് ആർ കോൾഡ് ബയോകെമിക്കൽ വെതറിംഗ്. ഓക്കെ. ആ ടേംസ് ഒക്കെ ഒന്ന് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓർക്കുക. ദെൻ ആ ബയോകെമിക്കൽ കെമിക്കൽ വെതറിങ്ങിന്റെ റീസൺസ്. Chemical weathering can occur as a result of dissolution, hydration, hydrolysis, oxidation, reduction, carbonation, acid reactions. എന്താണെന്നൊന്നും പറയുന്നില്ല, അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെയുള്ള പ്രോസസ്, കെമിക്കൽ പ്രോസസ്സസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? കെമിക്കൽ വെതറിങ്. അപ്പോൾ സിംപ്ലി വെതറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്സിനെ എന്ത് ചെയ്യുന്നത്? വേറൊരു ഫോമിലേക്ക് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സോയിലിലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്താ പറയുന്നത്? വെതറിംഗ് എന്ന് പറയുന്നത്. അതിന്റെ പല ഫോഴ്സസും ഉണ്ട്, നാച്ചുറൽ ഫോഴ്സസ് കൊണ്ടാണ് ഈ വെതറിങ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ. നമ്മളായിട്ട് ചെയ്യുന്നതല്ല, ഇതൊക്കെ എന്താ നാച്ചുറലി നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. സോ നെക്സ്റ്റ്, ലിത്തോസ്ഫിയറിലെ മെയിൻ കമ്പോണൻസ് ഒന്ന് റോക്സ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് സോയിൽ. ആസ് യു നോ, soil is the surface layer of land. Okay. Then we can define soil as natural body that contains a variable mixture of broken and weathered material and decaying organic matter which covers the earth in a thin layer. കറക്റ്റ് സോയിലിനെ ഡിഫൈൻ ചെയ്യുന്നത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അതായത് നമ്മൾ ഇതേപോലെ ബ്രോക്കൺ ആൻഡ് വെതേർഡ് മെറ്റീരിയൽസ്, അതായത് റോക്സിന്റെ അകത്തുനിന്നുണ്ടായ റോക്സ് ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വെതർ ചെയ്തിട്ടുണ്ടാകുന്ന മെറ്റീരിയൽ, പിന്നെ അതിന്റെ കൂടെ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. എനിക്കറിയാം നമ്മുടെ പ്ലാന്റ്സിന്റെ, ആനിമൽസിന്റെ ഇതുപോലെയുള്ള ആ സോയിലിൽ ഉണ്ടാവുന്ന ആ ഓർഗാനിക് മാറ്റർ ഡീക്കേ ചെയ്തത്, ഇതെല്ലാം കൂടിയുള്ള ഒരു മിക്സ്ചർ ആണ് ആക്ച്വലി സോയിൽ എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് ദ എർത്ത് ഇൻ എ തിൻ ലെയർ. ഓക്കെ. And we can say it takes a long time to form soil through natural process. പെട്ടെന്നൊന്നും ഉണ്ടാവുന്നതല്ല. Through natural process it will take a period of time. And also we can say എപ്പോഴും കോൺസ്റ്റന്റ്ലി ഈ സോയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആൻഡ് ഡെവലപ്പിംഗ് ആണ് അല്ലെ. നമ്മുടെ എന്തായാലും എന്താ ഈ പറയുന്ന നാച്ചുറൽ ആക്ഷൻസിനെ കൊണ്ട്
കോൺസ്റ്റന്റ്ലി ഇതിന്റെ കെമിക്കൽ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന്റെ ചിലപ്പോൾ സൈസ് അല്ലെ ചിലപ്പോൾ അത് പിന്നെയും ചെറുതായിട്ട് വരാം. അങ്ങനെ ഫിസിക്കൽ ആയാലും കെമിക്കൽ ആയാലും കോൺസ്റ്റന്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ സോയിലിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഫോർമേഷൻ ടേക്സ് എ ലോങ് ടൈം. ഓക്കെ, and the formation takes place from weathering and decomposition of rocks and minerals. So mainly weathering and decomposition of rocks and minerals ലാണ് soils form ചെയ്യുന്നത്. എനിക്ക് സ്ക്രീന് കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലേ? സോ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വെതറിങ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് മിനറൽസ്. റോക്സ് ആൻഡ് മിനറൽസ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് സോയിൽസ് ഫോം ചെയ്യുന്നത്. അതിന്റെ കൂടെ ഓർഗാനിക് മാറ്റേഴ്സും ഉണ്ടാവും, ഡീക്കേയിങ് ഓർഗാനിക് മാറ്റേഴ്സും കൂടെ ഉണ്ടാവും. ഓക്കെ, ആൻഡ് മെയിൻ ഫംഗ്ഷൻ ഓഫ് സോയിൽ, ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ ഈ കുറച്ച് ടേംസ് ഒന്ന് നോക്കുക. ദാറ്റ് ഈസ് സോയിൽ ഡെവലപ്പ് സം ഡിഫറെന്റ് റോക്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സിന്റെ അകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സോയിൽസിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. വൺ ഈസ് ഫ്രം വോൾക്കാനിക് ആഷ്. അതായത് ദാറ്റ് ഈസ് വോൾക്കാനിക് ആഷ് എന്ന് പറയുന്ന ഒരു, അതായത് നമ്മുടെ ഈ വോൾക്കാനിക് എറപ്ഷൻ വന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്ന റോക്സ് ഉണ്ടാവും. ആ റോക്സിന്റെ അകത്ത് ഡികമ്പോസിഷൻ, ആ റോക്സ് വെതർ ചെയ്തിട്ടുണ്ടാവുന്ന സോയിലാണ് വോൾക്കാനിക് ആഷ് ഉണ്ടാവുന്ന സോയിലിന്റെ പ്രോപ്പർട്ടീസ്. Volcanic ash is fine grained and has the property of weathering relatively easily. Okay, so volcanic ash fine grained ആണ്, ഈസി ആയിട്ട് വെതർ ചെയ്യാൻ പറ്റും. And the soil result from volcanic ash is known as antisols. Okay, അതായത് നമ്മുടെ വോൾക്കാനിക് എറപ്ഷന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന റോക്സ് വെതർ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഈ പറയുന്നത്. അതിന്റെ പറയുന്ന പേര് ആന്റിസോൾസ്. ആൻഡ് ദെൻ വിൽ ബി ഫൈൻ ടെക്സ്റ്റേർഡ്. ഫൈൻ ടെക്സ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ നല്ല പൊടി പോലെയുള്ള സോയിൽസ് ആയിരിക്കും. ഓക്കെ, and it is fertile and normally rich in organic matter and plant nutrients. That is എന്തായിരിക്കും, പ്ലാന്റ്സ് എളുപ്പത്തിൽ വളരാൻ പറ്റുന്ന അതുപോലത്തെ ന്യൂട്രിയന്റ് ആയിട്ടുള്ള എന്തായിരിക്കും, സോയിൽ ആയിരിക്കും. Then plants invade new deposit of volcanic ash quickly and colonize it very fast. എന്ന് വെച്ചാൽ ഇതുപോലെ വോൾക്കാനിക് എറപ്ഷൻ നടന്ന് വോൾക്കാനിക് ആഷിൽ സോയിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ്സ് ഒക്കെ അവിടെ എന്താണ് പെട്ടെന്ന് തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് കോളനൈസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് വോൾക്കാനിക് ആഷ് വൺ. And second one is granite. Granite is a coarse grained rock. ഈ മെയിൻ ഹെഡിങ് ഉള്ളത് റോക്ക് ആണ്. ആ റോക്ക് വെതർ ചെയ്തിട്ടുണ്ടാക്കുന്ന സോയിലിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ ഗ്രാനൈറ്റ് ഈസ് എ കോഴ്സ് ഗ്രൈൻഡ് റോക്സ്. ഇതേപോലെ കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ടുണ്ടാകും. ദെൻ സോയിൽ ദാറ്റ് ഡെവലപ്പ് ഫ്രം ഗ്രാനൈറ്റ് ആർ യൂഷ്വലി സാൻഡി ഇൻ നാച്ചർ. ഓക്കെ, ആൻഡ് ദേ ആർ നോർമലി ലോ ഇൻ ന്യൂട്രിയൻ കണ്ടന്റ്. ഇത് പ്ലാന്റ്സിന് പറ്റിയതല്ല, ലോ ഇൻ ന്യൂട്രിയൻ കണ്ടന്റ് ആണ്. With the characteristics permeability, acidic and low in base status, mostly acidic ആയിരിക്കും. The soil has little cohesion and is highly susceptible to erosion. Sandy nature ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കാം, it is susceptible to erosion ആയിരിക്കും. Then little cohesion, then less nutrient content, though so not suitable for plants. That the soil weathered from granite is not suitable for plants. Okay, മെയിൻ പ്രോപ്പർട്ടീസ് ഒന്ന് ഓർക്കുക. കോസ്റ്റ് ഗ്രൈൻഡ് സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ എന്താണ്, സാൻഡി ഇൻ നാച്ചുർ. ദെൻ അസിഡിക് കണ്ടന്റ്സ് വിൽ ബി മോർ ആൻഡ് ഇറ്റ് ഇസ് സസെപ്റ്റബിൾ ടു എറോഷൻ. ഓക്കെ, ദെൻ കമ്മിങ് ടു നെക്സ്റ്റ്, ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ റോക്ക് മെയിൻലി കണ്ടെയ്ൻ കാൽസൈറ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ്. എല്ലാ പേരൊന്നും ഓർത്തിട്ടില്ലേ കുഴപ്പമില്ല, മെയിൻ കമ്പോണന്റ് ഒന്ന് ഓർത്തോ. ലൈംസ്റ്റോൺ റോക്സ് എന്ന് പറയുന്നത് മെയിൻലി കണ്ടെയ്ൻ കാൽസൈറ്റ് and some other impurities. And the soil weathered from this limestone are in clay nature. Clay nature. Okay. Then basalt. It is also a rock that is fine textured in nature, and we can say it is rich in ferromagnesium and calcic minerals. It consists of ferromagnesium and calcic minerals, and the soil originates from basalt are fine textured in nature.
അതും ഫൈൻ ടെക്സ്ചേർഡ് ആണ്. സോ അതിനകത്ത് വെതർ ചെയ്യുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഫൈൻ ടെക്സ്ചേർഡ്. ആൻഡ് ഇറ്റ് ഹാസ് എ ഗുഡ് എമൗണ്ട് ഓഫ് മിനറൽസ് ആൻഡ് ഹാസ് എ ഹൈ ബേസ് സ്റ്റാറ്റസ്. മോസ്റ്റ്ലി അതായത് ബേസ് സ്റ്റാറ്റസ് ആയിരിക്കും കൂടുതലുള്ളത്. പിന്നെ സോയിൽ കണ്ടെയ്ൻസ് മിനറൽസ്. ദാറ്റ് ഈസ് another one. And the last case is sandstone. Sandstone consists of sand-sized quartz and impurities, some impurities. Okay, mainly sand-sized quartz and some other mica, silica, iron impurities. And it is formed from sandstone, are not fertile. Usually co-structured and acidic in nature. നമുക്ക് പിന്നെ ഫെർട്ടൈൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? It should be base in status. It is acidic in nature, so it is also not fertile. That is പ്ലാന്റ്സിന് ഒന്നും പറ്റിയ സാധനമല്ല. ഓക്കെ, നിങ്ങൾ മെയിൻ ആയിട്ട് പേര് നോക്കുക. വോൾക്കാനിക് ആഷ്, ഗ്രാനൈറ്റ്, ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, ബസാൾട്ട്. ഇത്രയും റോക്സ് ഉണ്ടാകുന്നതാണ് മെയിൻ ആയിട്ട് സോയിൽസ് വരുന്നത്. പിന്നെ അതിന്റെ ഫൈൻ സ്ട്രക്ചേർഡ് ആണോ കോ സ്ട്രക്ചേർഡ് ആണോ എന്നൊന്ന് ഓർക്കുക. ദെൻ പിന്നെ അതിലുള്ള കോൺസ്റ്റുവൻസ് പറ്റുവാണെങ്കിൽ മോസ്റ്റ്ലി പറയുന്ന കോൺസ്റ്റുവന്റ് മാത്രം പേരെന്ന് ഓർക്കുക. അത് മറന്നു പോകുന്നതിന്റെ കുഴപ്പമില്ല. ദെൻ ഓൾസോ അതിന്റെ ഫെർട്ടിലിറ്റി, അത് ആസിഡിക് ആണോ ബേസ് സ്റ്റാറ്റസ് ആണോ, അതിന് പ്ലാന്റ്സിന് പ്രോപ്പറായിട്ട് അത് അപ്രോപ്രിയേറ്റ് ആണോ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത്രയും പോയിന്റ്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർത്തില്ലെങ്കിലും മെയിൻലി. Okay, so that are the different types of soils and functions of soil. ഇതൊന്ന് പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫങ്ഷൻസ് ഓഫ് സോയിൽ ഒന്നും ഇനിയിപ്പം പഠിച്ചിട്ട് വേണ്ട. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. It provides mechanical support to plants. It has the ability of holding water as it has the property of porosity. Okay, so it has the ability of holding water and it provides mechanical support to plants, and it provides micro and macro nutrients as well as ideal pH required for growth of microorganism, plants and animals. Okay. And prevents excessive leaching of nutrients. Then soil houses bacteria that fixes nitrogen, other elements and microorganisms. നിങ്ങൾക്കറിയാം പീസിന്റെ ഒക്കെ റൂട്ടിൽ ഉണ്ടാകുന്ന മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ബാക്ടീരിയനെ ഫിക്സ് ചെയ്യും അറ്റ്മോസ്ഫിയറിലുള്ള. ഓക്കെ, അതും നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ മെയിൻലി പോയിന്റ്സ് ഒന്ന് ഓർക്കുക. മെക്കാനിക്കൽ സപ്പോർട്ട് ടു പ്ലാന്റ് ആൻഡ് എബിലിറ്റി ടു ഹോൾഡിംഗ് വാട്ടർ. ഓക്കെ, ദെൻ soil provides micro and macro nutrients and ideal pH for growth of microorganism. Plants എല്ലാവർക്കും ഉണ്ട് കറക്റ്റ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. Then soil prevents excessive leaching of nutrients and soil houses bacteria that fixes nitrogen and other elements. Okay, ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് സോയിൽ. So that's about lithosphere. So lithosphere കോൺസ്റ്റിറ്റ്യൂഷൻസ്, റോക്സ്, സോയിൽസിന്റെ ഒരു ഓവറോൾ ഐഡിയ നോക്കി വെച്ചേക്കുക. Then coming to next sphere, that is atmosphere. Next system of earth, next layer is atmosphere. As you know, atmosphere simply പറയുകയാണെങ്കിൽ it is the air surrounding us. Atmosphere എന്ന് പറഞ്ഞാൽ. Okay, and various gases. നിങ്ങൾ composition values ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് ഈ ഒരു പോയിന്റ്സ് ഒന്ന് ഓർക്കുക. അറ്റ്മോസ്ഫിയറിൽ മോസ്റ്റ്ലി എന്തുണ്ടാവുന്നത്? 78% നൈട്രജൻ, ദെൻ ഓക്സിജൻ, ദെൻ ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, ഇതുപോലെയുള്ള ബാക്കിയുള്ള എലമെന്റ്സ്. സോ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇസ് നൈട്രജൻ. അത് ഓർക്കുക. ദെൻ ഓക്സിജൻ. ആ രണ്ടിന്റെ പേര് മാത്രമെങ്കിലും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ കാണുന്ന കാര്യങ്ങളായിരിക്കും. ദെൻ കമ്മിങ് ടു ദ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഇതും പഠിച്ച കാര്യമായിരിക്കും അല്ലെ? ഏതൊക്കെയാ ലെയേഴ്സ്? അറ്റ്മോസ്ഫിയർ ലെയേഴ്സ്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. Okay, so mainly we are dividing this atmosphere layer into these parts based on the temperature. Okay, ഇവിടെ ടെമ്പറേച്ചർ നോട്ട് ചെയ്താൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ. Okay, so based on the temperature, atmosphere is divided into 4 parts. നിങ്ങൾ പിന്നെ അത് കൂടാണ്ട് ഇതിന്റെ ഇടയിലുള്ള കാര്യം പഠിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും നമ്മുടെ ഇന്റർഫേസിന് ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മീസോപാസ് അങ്ങനെയുള്ള ഇന്റർഫേസിംഗ് ലെയേഴ്സിന്റെ പേരും പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്. സിമിലർലി ഹൈറ്റ് ഫ്രം ദ സീ ലെവൽ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ഈച്ച് ലെയർ. ആൻഡ് ഇതിനകത്ത് ആപ്ലിക്കേഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സോസ്ഫിയർ അവർ സ്പേസ് ഷിപ്പ് ആപ്ലിക്കേഷൻ ആണ്. ആൻഡ് തെർമോസ്ഫിയർ പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ദെൻ മീസോസ്ഫിയർ ഇവിടെ മെട്രോളജിക്കൽ റോക്കറ്റ് അല്ലെ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രാറ്റോസ്ഫിയർ, ദെൻ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ നമ്മുടെ പാസഞ്ചർ പ്ലെയിന്, ഹോട്ട് എയർ ബലൂൺ. ഓക്കെ,
ജസ്റ്റ് ഒന്ന് ഓവറോൾ ഐഡിയ ആണ്. നമുക്ക് ഓരോ ലെയേഴ്സിന്റെയും മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രം ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ട്രോപ്പോസ്ഫിയർ. ആസ് യു ക്യാൻ സി ഇറ്റ് ഇസ് ദ ബോട്ടം ഡെൻസ് പാർട്ട്. ദാറ്റ് ഈസ് നമ്മുടെ എർത്തിലെ ഏറ്റവും തൊട്ട് എർത്തിന്റെ സോയിലിന്റെ തൊട്ട് മേലെയുള്ള ലെയർ ആണ് ഇത്, ദിസ് ട്രോപ്പോസ്ഫിയർ. ആൻഡ് 70% ഓഫ് മാസ് containing 70% of mass close to the ground is troposphere. Okay, and we can say it's reached up to 11 kilometer, 11, 12 to 15, ഏകദേശം ഈ പറഞ്ഞ 11 to ഒരു 11 to up to 0, അത് ഗ്രൗണ്ട് ലെവൽ തൊട്ടിട്ട് ഫ്രം 11 to 18 കിലോമീറ്റർ വരും. ഓക്കെ, 11 to 12 അല്ലെങ്കിൽ ഇവിടെയും 11 to 50 ചെയ്ത് പറയുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 11, 12 ആ ഒരു കിലോമീറ്റർ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, ട്രോപ്പോസ്ഫിയർ ഉള്ളത്. ദെൻ ഈ ഒരു റീജിയനിലാണ് ക്ലൗഡ്സ്, സ്റ്റോംസ് ആൻഡ് ഫോഗ്സ്. ഓക്കെ, ക്ലൗഡ് ഒക്കെ കാണുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ദെൻ ടെമ്പറേച്ചർ പ്രോപ്പർട്ടി ഒന്ന് ഓർക്കുക. ടെമ്പറേച്ചർ ഇൻ ദിസ് ലെയർ ഡിക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് -6.4 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ വിത്ത് ഹൈറ്റ്. എന്ന് വെച്ചാൽ ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. ആ റേറ്റ് അത്രയും കുറയുന്ന റേറ്റ് ഓരോ പെർ കിലോമീറ്റർ ഇറ്റ് വിൽ റെഡ്യൂസ് ബൈ 6.4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ആൻഡ് ദിസ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ലാക്സ് റേറ്റ്. And the border of troposphere is called tropopass. Temperature stop decreasing with the height from tropopass. Tropopass il pinne temperature variations illa. Okay, ചെറിയൊരു ലെയർ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും, ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവാട്ടോ. So this is bottom part up to 11-12 kilometer from ground. Then clouds form ചെയ്യുന്ന ഏരിയ ആണ്. Then temperature ന്റെ പ്രോപ്പർട്ടി നോക്കുക. It will decreases at a rate of -6.4 degrees Celsius per kilometer with height. Okay, and the border of troposphere is called tropopass. Then next is stratosphere. Stratosphere is a clear layer above troposphere, or we can say above tropopass, that extend to a height of 50 kilometer from Earth's surface. Okay, this does not have any cloud storms etc. That is, ഈ ഒരു ലെയറിൽ there will not be any water vapor. അതുകൊണ്ട് തന്നെ ഈ ക്ലൗഡ്സ് ഒന്നും ഉണ്ടാവില്ല. Okay, and main property of stratosphere is ozone, our O3. ഓസോണിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പൊ പറയാം. This ozone is found in stratosphere, ozone layer, that or O3 is found in stratosphere. And the temperature increases with the height in stratosphere. Troposphere നമ്മൾ decrease with the height ആയിരുന്നു പറഞ്ഞത്. In stratosphere, temperature increases with the height. Okay, so we can say wind in the case, due to this vertical winds seldom occur, only in horizontal winds parallel to Earth's surface are seen. അതായത് ഒന്നുമില്ല, നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് ഒന്നും ഓർക്കണ്ട, ഇവിടെ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. സ്മൂത്ത് ട്രാവൽ ഓഫ് ജെറ്റ് പ്ലെയിൻസ്. ഓക്കെ, അതായത് ഈ ടെമ്പറേച്ചർ ഹൈറ്റിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ വിൻഡ്സ്, അതായത് ആ വിൻഡിന്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമേ വിൻഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ടർബുലൻസ് ഇല്ല, അല്ലെങ്കിൽ എന്താ സ്മൂത്ത് ട്രാവൽ ഓഫ് ജെറ്റ് പ്ലെയിൻസിന്റെ ട്രാവലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതിന്റെ റീസൺ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ദർ ഇസ് എ സ്മോൾ ലെയർ കോൾഡ് സ്ട്രാറ്റോപാസ് അറ്റ് ദ ബൗണ്ടറി. ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബൗണ്ടറി പാർട്ടിൽ സ്ട്രാറ്റോപാസ് ഉണ്ടാവും. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ദർ വിൽ നോട്ട് ബി എനി ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, ദെൻ കമ്മിങ് ടു മീസോസ്ഫിയർ. It is above stratosphere between 50 kilometer and 80 kilometer. And the distance on ഓർക്കുക. Then the temperature in mesosphere near stratosphere is higher by about 10 degree. It falls to -75 degree at 8 kilometer. Okay. Then density of air. Density of air at this height is about 1/1000 as that of sea level. That is, air density അത്രയും കുറവായിരിക്കും. സോ ഇവിടെ നമുക്ക് ആക്ച്വലി മീസോസ്ഫിയറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ മെയിൻലി മീസോസ്ഫിയറിലാണ് നടക്കുന്നത്. അതിന് റീസൺ, the sunlight passing through this layer converts individual molecules to charged ions, or we can say ionization will happen in mesosphere. Okay, അങ്ങനെ ions സൺലൈറ്റിൽ പാസ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂൾസ് അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. These ionized particles are concentrated as a zone in this layer, which is named as D layer.
അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതായത് അയണൈസ് ചെയ്യുന്ന ലെയർ ആണ്. അതായത് നമ്മുടെ എന്താ സൺലൈറ്റ് വരുന്ന സമയത്ത് മോളിക്യൂൾസിന് അയണൈസ് ചെയ്യും. ഈ അയോൺസിന്റെ ഒരു ലെയർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഡി ലെയർ. ഈ ഡി ലെയർ ആണ് നമ്മൾ റേഡിയോ വേവ്സ് ട്രാൻസ്മിഷൻ ഫ്രം എർത്ത്. അതായത് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ എന്ത് ചെയ്യും, ഈ ഡി ലെയറിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ ഒരു ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷന്റെ അകത്തുനിന്ന് റിസീവറിലേക്ക് എത്തണമെങ്കിൽ എന്നിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം, അപ്പൊ ആ വേവ്സ് എന്താ ചെയ്യുന്നത്, ഈ ഇങ്ങോട്ടേക്ക് നമ്മുടെ മിസോസ്ഫിയറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വേവ്സ് പോകുന്നത്. അവിടെ ഡി ലെയറിൽ റിഫ്ലക്ട് ചെയ്തിട്ടാണ് തിരിച്ച് നമ്മുടെ റിസീവിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മിസോസ്ഫിയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. മെയിൻലി ആപ്ലിക്കേഷൻ മിസോസ്ഫിയറിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ റീസൺ അവിടെ ഒരു അയണൈസേഷൻ ലെയർ ഫോം ചെയ്യും. അവിടെ എന്താ സൺലൈറ്റ് എന്ത് ചെയ്യും, മോളിക്യൂൾസിനെ ചാർജ്ഡ് അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ദാറ്റ് അയണൈസ്ഡ് ലെയർ ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. Okay, and here also just above the mesosphere there will be a layer called mesopause. The temperature is stable. And above mesosphere the next layer is thermosphere. Okay, so it extends from 80 kilometer to 60,000 kilometer from earth, and temperature is 2000 degrees Celsius, very high temperature. Here also ions are abundant. Okay, it is in thermosphere that most of the approaching meteoroids burn up before reaching earth. നമ്മൾ ഉൽക്കകൾ എന്നൊക്കെ പറയുന്നത് പോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്താ ഇവിടെ വെച്ചിട്ടാണ് മിക്കവാറും എന്ത് ചെയ്യുന്നത്, ബേൺ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെയും അയോണൈസേഷൻ ഉണ്ടാവും. ദെൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ലെയേഴ്സിന് പറയുന്ന പേരാണ് ഇയും എഫും. മിസോസ്ഫിയറിൽ ഡി ലെയർ, തെർമോസ്ഫിയറിൽ that ionized layers are called E and F layers. Okay, E layers and F layers. And these layers also have the influence over radio communication. It also reflects radio waves. So we can say this can be also used for radio communication. Okay. And in the upper part of thermosphere, due to the higher concentration of ions, it is called magnetosphere. That is upper portion of thermosphere. It is called magnetosphere. There will be higher concentration of ions. Okay. Then അതിന്റെ മേലുള്ളതാണ് നമ്മുടെ exosphere എന്ന് പറയുന്നത്, about 100,000 kilometer, and air will be extremely thin. Okay. So that are atmospheric layers. ഇനി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഓസോൺ ലെയർ. ആ ലെയേഴ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കില്ല, ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്ത് പോയാൽ പോരെ. അത് ഞാൻ കുറച്ച് സ്പീഡ് പറഞ്ഞു. പ്രശ്നമുണ്ടോ? അതിന്റെ ഹൈറ്റ്, ടെമ്പറേച്ചർ വേരിയേഷൻ, ദെൻ മെയിൻ ആപ്ലിക്കേഷൻ, അത്രയും കാര്യങ്ങൾ ഓർക്കണ്ടുള്ളൂ. കുഴപ്പമുണ്ടോ? ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതിയല്ല, കുറച്ച് സ്പീഡിലാ പോയ പ്രശ്നമുണ്ടോന്ന്. ഓക്കെ അല്ലേ? അപ്പൊ മെയിൻ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കുക, അതിൽ ഓർക്കുക. ദെൻ കമ്മിങ് ടു ദ ഓസോൺ ലെയർ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഓസോൺ ലെയർ. ആസ് യു നോ അല്ലെ, ഓസോൺ ലെയർ is located in the lower part of stratosphere. സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് പറഞ്ഞു. That is in the lower part of stratosphere, about 15 to 35 kilometer height. Okay. Then what is the function of ozone? അതൊന്നും നിങ്ങൾക്ക് അറിയായിരിക്കും. Ozone absorbs and prevent the harmful ultraviolet radiations from reaching earth, thereby protecting the life in the earth. Okay, UV radiations absorb ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓസോൺ ലെയർ ആണ്. But as you know, some pollutants like mainly chlorofluorocarbon CFC, that widely used in refrigerator, AC, aerosol spray, and in foam plastic containers, these can escape into atmosphere and destroy ozone. Okay, ഇപ്പൊ നമുക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണല്ലോ ഓസോൺ ലെയറിൽ ഹോൾസ്, വലിയ വലിയ ഹോൾസ് ഒക്കെ ഇവിടെ ഏതൊക്കെ റീജിയൻസിൽ കണ്ട കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. So these are the main pollutants are CFC, chlorofluorocarbons. It is estimated that one chlorine molecule can destroy around 1 lakh ozone molecules during its stay in the stratosphere. അപ്പോൾ അത്രയും നമ്മൾ ഇത്രയും എന്താണ് ആൾക്കാർ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിക്കോളും. വലിയൊരു ഹോള് ഫോം ചെയ്യുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല അല്ലെ. ഓക്കെ, അപ്പോൾ 1 chlorine molecule can destroy around this much ozone molecules. Okay, and thinning of ozone layer is called ozone depletion. And see the ozone oxygen cycle.
that is this ozone oxygen cycle is that is the level of ozone is maintained by ozone oxygen cycle. Okay, നമ്മുടെ ആ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓസോൺ ഓക്സിജൻ സൈക്കിൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഓസോൺ ഫോം ചെയ്യുന്നതെന്നും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും ഈ സ്റ്റെപ്സ് ഒന്ന് നോക്കുക. ജസ്റ്റ് ഈ ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. That is when ultraviolet radiation that emanates from the sun strikes the oxygen molecule O2, that is step 1. ഇവിടെ oxygen molecule ഉണ്ട്. Then when UV rays, ultraviolet rays from sun strike the oxygen molecule, it split up the molecules into 2 individual oxygen atoms. Okay, that is ultraviolet and it will split the oxygen molecule O2 into atomic oxygen, that is O plus O. Okay, ആ O2 നെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. Then അതുപോലെ എന്താണ്, അത് ഒരു പെർട്ടിക്കുലർ ഓക്സിജൻ മോളിക്യൂൾ രണ്ട് O ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് പറയാം, ഓക്സിജൻ ആറ്റംസ് ദസ് പ്രൊഡ്യൂസ്ഡ് കമ്പൈൻഡ് വിത്ത് O2 മോളിക്യൂൾ ആൻഡ് പ്രൊഡ്യൂസ് ഓസോൺ. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 3, ഓസോൺ ഈസ് ഫോംഡ്. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് ചെയ്തു, ഓക്സിജൻ മോളിക്യൂൾ O2 നെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. UV റേസ് എന്ത് ചെയ്യും, UV റേസ് അബ്സോർബ് ചെയ്തിട്ട് ഇത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. ദെൻ O3, ദാറ്റ് ഈസ് O2 plus O, ഓസോൺ ലെയറിൽ വിൽ ബി ഫോംഡ്. ഓക്കെ, ദെൻ ദിസ് ozone formed will be split by ultraviolet radiations into molecule of oxygen, that is O2 and atom of oxygen O. Okay, that is again ഈ O3 എന്ത് ചെയ്യും, UV radiationsനെ കൊണ്ട് വീണ്ടും എന്ത് ചെയ്യും, Oയും O2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് സൈക്ലിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. Thus the level of oxygen ozone is maintained in the stratosphere layer. Okay, so steps ഒന്ന് ഓർക്കുക, ഇത്രയേ ഉള്ളൂ. ഓക്സിജൻ മോളിക്യൂൾ O2, ultraviolet, when ultraviolet beams incident on this, you can say it will split the oxygen molecules into oxygen, atomic oxygen, that is O plus O. Then as a result, this O2 will combine with, that is oxygen molecule will combine with the atomic oxygen to form ozone. O3 layers are formed. Again, while ultraviolet beams comes, this O3 split into O2 and O. Again എന്താ ചെയ്യും, ഓസോൺ ഫോം ചെയ്യും. ദെൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇതാണ് ഓസോൺ ഓക്സിജൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഡ്യൂ ടു ദിസ് സൈക്ലിക് പ്രോസസ്, ദിസ് ഓസോൺ കണ്ടന്റ് ഇസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ക്ലിയർ അല്ലേ, ഓസോൺ ഓക്സിജൻ സൈക്കിൾ. ദെൻ നൗ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ പറഞ്ഞു തിന്നിങ് ഓഫ് ഓസോൺ ലെയർ ആണ് അല്ലെ. ഇനി അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് നമുക്ക് എന്താ വരുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഇതും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഓർ വാട്ട് ഈസ് ഗ്രീൻ ഹൗസ്? Green houses are special buildings usually made from glass and steel. They are used to grow plants which need humidity, tropical temperature and constant growing condition. That is നമ്മുടെ ഇപ്പം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു പ്ലാന്റ്സിന് നമ്മൾ കറക്റ്റ് ആയിട്ട് വേണ്ട ഒരു ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യലി ഗ്ലാസ് ആൻഡ് സ്റ്റീലിനെ കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു ബിൽഡിങ്ങിനെ പറയുന്ന പേരാണ് ഇത് ഗ്രീൻ ഹൗസസ് എന്ന് പറയുന്നത്. Okay, in a glass greenhouse, heat build up and gets trapped due to the presence of carbon dioxide. Okay, due to the presence of carbon dioxide, heat is trapped. So it offers a plants a warm and humid environment even if the outside weather is dry, windy or cold. Okay, പുറത്ത് എന്തായി കഴിഞ്ഞാലും ഇതിന്റെ അകത്ത് എന്തായിരിക്കും, ടെമ്പറേച്ചർ നമ്മുടെ പ്ലാന്റ്സിന് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അതിനു വേണ്ടിയിരിക്കുന്ന സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആണ് എന്ത്, ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. Okay, and what is greenhouse effect? Greenhouse effect is the process by which radiations from the sun are absorbed by the greenhouse gases and not reflected back into the space. This insulates the surface of the earth and prevents it from freezing. Okay, അപ്പൊ ഇതേപോലൊരു എഫക്റ്റ് നമ്മളിത് ആക്ച്വലി ആർട്ടിഫിഷ്യലി എന്താണ് കുറച്ച് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബിൽഡിങ്സ് ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൊണ്ട് എന്ത് ചെയ്യും, സണ്ണിന് വരുന്ന റേസ് അല്ലെ, റേഡിയേഷൻസ് ഫ്രം ദ സൺസ് ആർ അബ്സോർബ്ഡ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ആ ഗ്യാസസ് എന്ത് ചെയ്യും, സൺറേസ് അബ്സോർബ് ചെയ്തിട്ട് ഈ സൺറേസ് തിരിച്ച് എങ്ങോട്ട് പോകില്ല, അറ്റ്മോസ്ഫിയറിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. അങ്ങനെ പ്രിവെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ ഒരു
എന്താ പറയാ, നമുക്ക് ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്ട്, ദാറ്റ് ഈസ് അതുപോലൊരു ലെയർ എർത്തിന്റെ മേലെ ഫോം ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് നോർമലി എർത്ത് എന്ത് ചെയ്യുന്നത്, നമുക്ക് സണ്ണിന്ന് റേഡിയേഷൻ വരുന്നു, എർത്ത് ഹീറ്റ് ആവും അല്ലെ. ഇനി രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ തിരിച്ചു പോയിട്ട് എർത്ത് എന്ത് ചെയ്യും, കൂളാവും. അപ്പൊ അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിലാകുമ്പോഴാണ് നമുക്ക് ബാലൻസ് ചെയ്ത് നോർമൽ ആയിട്ട് പോകുന്നത്. ബട്ട് ഡ്യൂ ടു ദ ഗ്രീൻ ഹൗസ് എഫക്ട് വാട്ട് വിൽ ഹാപ്പൻ, ഈ റേഡിയേഷൻസ് ഫ്രം ദ സൺ is prevented from reflecting back. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന ഗ്യാസസ് that absorb the infrared radiation and create greenhouse effect, that is carbon monoxide, chlorofluorocarbons, ഇതുപോലെയുള്ള ഗ്യാസസ് എന്ത് ചെയ്യും, ഈ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് അത് പോവാതിരിക്കുക, അതായത് തിരിച്ചു പോകുന്നത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ഇതേപോലെ ആക്ച്വലി ഇതുപോലൊരു എന്താ പറയാ ലെയർ വെച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യും, ഇതെല്ലാം കംപ്ലീറ്റ് ഹീറ്റിനെ, ഇവിടെ നിന്ന് വരുന്ന സൺഷൈൻ, സണ്ണിൽ നിന്ന് വരുന്ന എല്ലാ റേഡിയേഷൻസും എന്താ ശരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എർത്തുനിന്ന് റിഫ്ലക്ട് ചെയ്ത് പോവും. ബട്ട് ഈ ഗ്യാസസ് എന്ത് ചെയ്യും, ഇത് അബ്സോർവ് ചെയ്തിട്ട് പാർട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, തിരിച്ചു പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യും, ആ റേഡിയേഷൻസ് ഒക്കെ നമ്മുടെ എർത്തിന്റെ സർഫസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ടൊരു ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആ ഒരു ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ റേഡിയേഷൻസിന്റെ എഫക്ട് മൊത്തം എന്ത് ചെയ്യും, നമ്മുടെ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ആനിമൽസ്, ലിവിംഗ് ബീങ്സിന് കംപ്ലീറ്റ് എഫക്ട് ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചായിരിക്കും. അപ്പൊ ഇതുപോലൊരു ബെഡ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇങ്ങനെ എന്താ ഫോം ചെയ്യും അല്ലെ. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ കോസസ് എന്തൊക്കെയാ, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്, ഡീഫോറസ്റ്റേഷൻ, ദെൻ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിലുള്ള നൈട്രസ് ഓക്സൈഡ്, ദെൻ ദ ഇൻഡസ്ട്രീസ് ആൻഡ് ഫാക്ടറീസ് പ്രൊഡ്യൂസസ് ഹാർംഫുൾ ഗ്യാസസ്, ദെൻ ലാൻഡ് ഫിൽസ്, ഇറ്റ് ഓൾസോ റിലീസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീഥെയിൻ. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗ്യാസസ് ആണ് നമ്മുടെ റേഡിയേഷൻസ് റിഫ്ലക്ട് ചെയ്യാതെ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഗ്യാസസ് ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുന്നത്. ആൻഡ് വാട്ട് ആർ ദ എഫക്ട് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്ട്, ദറ്റ് ഈസ് ഒന്ന് ഗ്ലോബൽ വാർമിംഗ്, ദറ്റ് ഈസ് നമ്മുടെ ഹൈ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മുടെ ഐസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏരിയാസിലൊക്കെ എന്ത് ചെയ്യും, ഐസ് ഒക്കെ മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെള്ളം കൂടെ കയറി വരും അല്ലെ, മൊത്തത്തിൽ വേൾഡ് കംപ്ലീറ്റ് എഫക്ട് ചെയ്യും. ഓക്കെ, സോ ഗ്ലോബൽ വാർമിംഗ് നമ്മുടെ ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ആണ്. ദെൻ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, acidification of water bodies, air pollution, these are the effects of greenhouse effect, that is result of greenhouse effect. And how can we prevent greenhouse effect? Use green technology, reuse and recycle, take steps at home and office, learn smarter and car usage, increase social awareness, support emission trading, support Kyoto protocol. Okay, എന്നുവെച്ചാൽ നമുക്കൊന്നുമില്ല, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുക, പിന്നെന്താ ചെയ്യുക, മാക്സിമം പ്ലാന്റ്സ് അല്ലെ, ഗ്രീൻ ടെക്നോളജി യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് പ്ലാന്റ്സ് അതേപോലെ പ്ലാന്റ് ചെയ്യുക. ദെൻ പിന്നെ ഗ്രീൻ ടെക്നോളജീസ് അല്ലെ, നമുക്ക് റീസൈക്കിൾ പോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്, അങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, വി ക്യാൻ പ്രിവെന്റ് ഗ്രീൻ ഹൗസ് എഫക്ട്. ഓക്കെ, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളല്ലേ, കുഴപ്പമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതുകൊണ്ട്.